ഡൽഹിയിൽ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കൾ വെന്തുമരിച്ചു. ഈസ്റ്റ് ഡൽഹിയിലാണ് സംഭവം. ഈ വാർത്തയുടെ വിവരങ്ങളുമായി അതുല്യ രാമേന്ദ്രൻ ചേരുന്നു. അതുല്യ, ഈ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? ഇപ്പോൾ മറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ്? ലിബീഷ്, ഇന്നലെ രാത്രി ഒരു 11:30 ഇവിടെ തീപിടുത്തം ഉണ്ടായത്. ഈസ്റ്റ് ഡൽഹിയിലെ വിവേക് വിഹാർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുട്ടികളുടെ ആരോഗ്യ കേന്ദ്രം, നവജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള ആരോഗ്യ കേന്ദ്രമാണ് ഇത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ദില്ലിയിലെ പാർപ്പിട സമുച്ചയങ്ങളുടെ ഏരിയയിലായിരുന്നു ഈ ആരോഗ്യ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന കണക്കനുസരിച്ച് 7 നവജാത ശിശുക്കൾ വെന്തു മരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ 5 പേർ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രിയിലെ വിവരമനുസരിച്ച് 6 കുട്ടികളെ ആറ് കുട്ടികളെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിലെ ഒരു കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ആ കുട്ടിയും ഇപ്പോൾ മരിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതോടെ മരിച്ച കുട്ടികളുടെ എണ്ണം 7 ആയി. ഏതാണ്ട് 12 കുട്ടികളെ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർപ്പിട സമുച്ചയങ്ങൾക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഫ്ലാറ്റുകളുടെ 2 നിലകളിലേക്ക് കൂടി ഈ തീ പടർന്നിരുന്നു. ആ ഫ്ലാറ്റിൽ നിന്നും 17ഓളം ആളുകളെ ഒഴിപ്പിക്കുകയും അവരെയും ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 12 കുട്ടികളും ഈസ്റ്റ് ഡൽഹിയിലെ തന്നെ അഡ്വാൻസ്ഡ് നിക്യു, അതായത് നവജാത ശിശുക്കൾക്കുള്ള അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ സാരമായ പരിക്കുകളോ അല്ലെങ്കിൽ സാരമായ ആശങ്കപ്പെടേണ്ട സാഹചര്യമോ ഇല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ പോലും 48 മണിക്കൂറെങ്കിലും ഈ കുട്ടികളെ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. തീപിടുത്തത്തിൻ്റെ കാരണം എന്താണെന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. രാത്രി 11:30 തങ്ങൾക്ക് വലിയൊരു തീപിടുത്തം ഉണ്ടായതായി വിവരം ലഭിക്കുകയായിരുന്നു. എന്നാൽ തീപിടുത്തത്തിന് പിന്നിലുള്ള കാരണം അത് ഷോർട്ട് സർക്യൂട്ട് പോലുള്ള മറ്റെന്തെങ്കിലുമാണോ, അതോ പൊതുവെ കൂടിയ താപനിലയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ അനുഭവപ്പെട്ടു വരുന്നത്, ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ എന്തെങ്കിലും കാരണത്താലാണോ തീപിടുത്തം ഉണ്ടായത് എന്നത് വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതി വിഭാഗം അവിടെ പരിശോധനയും നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഡൽഹി ഫയർ സർവീസസ് അറിയിച്ചിരിക്കുന്നത്. ലിബീഷ്. ശരി അതുല്യ, വളരെ ദാരുണമായ സംഭവം. ഈസ്റ്റ് ഡൽഹിയിൽ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കൾ വെന്തുമരിച്ചു. വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രൻ.